ജാൻ 1 ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് നന്നായിട്ടൊന്ന് ഒരുങ്ങി പുറത്ത് പോകാനാണ് എൻ്റെ പ്ലാൻ. ഈ ഒരു ഡ്രസ്സാട്ടോ ഞാൻ ഇടുന്നത്. പിന്നെ എൻ്റെ 2024 കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാത്തൊരു വർഷമായിരുന്നു. ഒരുപാട് ടൈം വേസ്റ്റായി. അതുപോലെ തന്നെ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. മൊത്തത്തിൽ പറഞ്ഞാൽ ഉറങ്ങി തീർത്തൊരു വർഷം. എൻ്റെ സോഷ്യൽ മീഡിയ ഒക്കെ പറ്റൊരു ഡൗൺ സിറ്റുവേഷനിലോട്ട് പോയി. എനിക്ക് വിചാരിച്ച ഒരു കാര്യങ്ങളും അങ്ങ് എനിക്ക് നടത്തിയെടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ കുറച്ച് ബ്ലെക്സിങ് ഫീൽ നൽകുന്ന 2 കാര്യങ്ങളാണ്. എനിക്ക് ആങ്കറിങ്, മോഡലിംഗ്, കുറച്ച് വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റി. അതേപോലെ എനിക്ക് ഏവിയേഷൻ കോഴ്സ് പഠിക്കാനായിട്ട് പറ്റി. 2024 ഞാനൊരു ലെസണായിട്ടാണ് കാണുന്നത്. സോ ആ ഒരു മിസ്റ്റേക്കൊന്നും ഞാൻ 2025 റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഡ്രീംസിനൊക്കെ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് എൻ്റെ ഡ്രീംസൊക്കെ അച്ചീവ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതാണ് എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു ലുക്ക് ഇഷ്ടമായി. ഒരു ജിൽ ലുക്കാണ് ട്രൈ ചെയ്തത്. അപ്പോൾ ബൈ. ജാൻ 1 ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് നന്നായിട്ടൊന്ന് ഒരുങ്ങി പുറത്ത് പോകാനാണ് എൻ്റെ പ്ലാൻ. ഈ ഒരു ഡ്രസ്സാട്ടോ ഞാൻ ഇടുന്നത്. പിന്നെ എൻ്റെ 2024 കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാത്തൊരു വർഷമായിരുന്നു. ഒരുപാട് ടൈം വേസ്റ്റായി. അതുപോലെ തന്നെ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. മൊത്തത്തിൽ പറഞ്ഞാൽ ഉറങ്ങി തീർത്തൊരു വർഷം. എൻ്റെ സോഷ്യൽ മീഡിയ ഒക്കെ പറ്റൊരു ഡൗൺ സിറ്റുവേഷനിലോട്ട് പോയി. എനിക്ക് വിചാരിച്ച ഒരു കാര്യങ്ങളും അങ്ങ് എനിക്ക് നടത്തിയെടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ കുറച്ച് ബ്ലെക്സിങ് ഫീൽ നൽകുന്ന 2 കാര്യങ്ങളാണ്. എനിക്ക് ആങ്കറിങ്, മോഡലിംഗ്, കുറച്ച് വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റി. അതേപോലെ എനിക്ക് ഏവിയേഷൻ കോഴ്സ് പഠിക്കാനായിട്ട് പറ്റി. 2024 ഞാനൊരു ലെസണായിട്ടാണ് കാണുന്നത്. സോ ആ ഒരു മിസ്റ്റേക്കൊന്നും ഞാൻ 2025 റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഡ്രീംസിനൊക്കെ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് എൻ്റെ ഡ്രീംസൊക്കെ അച്ചീവ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതാണ് എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു ലുക്ക് ഇഷ്ടമായി. ഒരു ജിൽ ലുക്കാണ് ട്രൈ ചെയ്തത്. അപ്പോൾ ബൈ.